ഈ ITI ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. 2024 ഡിസംബറിലാണ് ITI ആരംഭിക്കുന്നത്. ഇവിടെ 2 കോഴ്സോട് കൂടിയിട്ട് ആരംഭിച്ച ഒരു ITI ആണ്. പക്ഷേ ഇന്ന് ഇവിടെ 4 കോഴ്സ് ഉണ്ട്. 2 ഇയർ കോഴ്സുകളായ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷനും 1 ഇയർ കോഴ്സായ ഫാഷൻ ഡിസൈൻ 4 കോഴ്സുകൾ SCVT അഫിലിയേഷനോട് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ ഇതൊരു വാടകക്കെട്ടിടത്തിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ കൂടി തൊട്ടടുത്ത് തന്നെ പണഞ്ചേരി പഞ്ചായത്തിൽ 3 ഏക്കർ സ്ഥലം നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയും എന്നാൽ അതിന് സ്ഥിരമായൊരു കേന്ദ്രം വേണം എന്ന് നാം ആവശ്യപ്പെട്ടു കേരളത്തിലെ ഗവൺമെൻറ്റിനോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, അതുൾപ്പെടെയുള്ള ശിവൻകുട്ടി മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരോട്. ഏകദേശം ഒരു 3000 മീറ്റർ സ്ക്വയറുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ബിൽഡിംഗ് പണിയുന്നതിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറായി. ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ 7 കോടി രൂപ നമ്മുടെ തൊഴിൽ വകുപ്പ് തന്നെ അനുവദിച്ചു നൽകി. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നു. ഏതാനും ദിവസങ്ങൾക്കകം തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നാം കടക്കും. മന്ത്രി രാജൻ സാറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർന്നില്ല. 600ഓളം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ക്യാമ്പസ്, അതിനാവശ്യമായിട്ടുള്ള ഒരു ഹോസ്റ്റൽ, വിപുലമായിട്ടുള്ള ലബോറട്ടറി അടക്കം 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കപ്പെടുന്ന വിപുലമായ കെട്ടിടത്തിന് 15 കോടി രൂപ കൂടി ഈ തവണത്തെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കും. അധികം താമസിയാതെ തന്നെ ഈ ITI നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് പോകുന്നത്. ഇവിടെ അടുത്തായിട്ടുള്ളത് ചാലക്കുടി ITI ആയിരുന്നു. അപ്പോൾ ഈ ITI തുടങ്ങിയോട് കൂടിയിട്ട് വളരെ ദൂരത്ത് പോകേണ്ട വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി പഠിക്കേണ്ട ഒരു പ്രശ്നം ഇല്ലാതായിട്ടുണ്ട്. മനോഹരമായ ഈ പ്രദേശം, മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്യാമ്പസ് ഇനി വരുന്ന കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ഒരു അടിസ്ഥാന കേന്ദ്രമാകും. പീച്ചി മാറുകയാണ് ITIയിലൂടെ മാത്രമല്ല, ഒരു വിദ്യാഭ്യാസ ഹബ്ബിലൂടെ.